യുഎസിലേക്കുള്ള ഇറക്കുമതിക്ക് ചുമത്തിയ പകരത്തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ചൈനയ്ക്ക് ഇളവ് നൽകിയിട്ടില്ല. ചൈനീസ് ഇറക്കുമതിക്കുള്ള തീരുവ 125% വർദ്ധിപ്പിച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചു. തീരുവ നിർത്തിവെക്കുകയാണെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ S&P 500 സ്റ്റോക്ക് സൂചിക 9.5% ഉയർന്നു. 90 ദിവസത്തേക്ക് രാജ്യങ്ങൾക്കുള്ള തീരുവ 10% ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വ്യാപാര തടസ്സങ്ങൾ, താരിഫുകൾ, കറൻസി കൃത്രിമത്വം, നോൺ മോണിറ്ററി താരിഫുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഏകദേശം 75-ലധികം രാജ്യങ്ങൾ സന്നദ്ധരായെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. എന്നാൽ അസ്ഥിരമായ സാമ്പത്തിക വിപണികൾ സൃഷ്ടിച്ച കടുത്ത സമ്മർദ്ദമാണ് ഇത്തരമൊരു പിൻവാങ്ങലിലേക്ക് ട്രംപിനെ നയിച്ചതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പണപ്പെരുപ്പത്തിനെതിരെ പോരാടുമെന്ന വാഗ്ദാനവുമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ട്രംപിന് വിപണിയിലെ ഇടിവ് തിരിച്ചടി സൃഷ്ടിച്ചു. പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽ സാമ്പത്തിക വിപണികൾ പ്രക്ഷുബ്ധമായിരുന്നു. ചൊവ്വാഴ്ച വരെ US ഓഹരി വിപണികൾ തുടർച്ചയായി 4 ദിവസം ഇടിവ് നേരിട്ടു. വലിയ വ്യാപാര യുദ്ധത്തിന് കാരണമാകുമെന്ന ഭയം, ആഗോള വിപണിയിലെ മാന്ദ്യം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്ത് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഉൾപ്പെടെ പ്രസിഡന്റിന്മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇലോൺ മസ്ക് ഉൾപ്പെടെ ട്രംപിന്റെ അടുത്ത അനുയായികളൊക്കെയും വ്യവസായികളാണ്. ഓഹരി വിപണിയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ട്രഷറി വകുപ്പിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ് പരസ്പര താരിഫ് വ്യവസ്ഥയിൽ നിന്നും പിന്മാറാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നും CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ച തീരുവ പ്രഖ്യാപനങ്ങൾ ചൈനയും USഉം തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുമെന്ന സൂചനയാണ് ട്രംപിന്റെ നീക്കങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ലോക വിപണികളോട് ചൈന കാണിച്ച ബഹുമാനക്കുറവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുവ 125% വർദ്ധിപ്പിക്കുന്നതെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഭീഷണികളും ബ്ലാക്ക്മെയിലും ചൈനയെ നേരിടാനുള്ള ശരിയായ മാർഗമല്ലെന്നും ചൈനീസ് സർക്കാർ USന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താരിഫിന്റെ കാര്യത്തിൽ ചൈനയുടെ നിലപാട് വ്യക്തവും സ്ഥിരതയുള്ളതുമാണ്. അമേരിക്ക ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചൈനയുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നിരിക്കും. എന്നാൽ പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ മാത്രമേ ചൈന അനുവദിക്കുകയുള്ളൂ. ഭീഷണിയുടെ സ്വരം ആവശ്യമില്ലെന്നും വാണിജ്യ മന്ത്രാലയ വക്താവ് ഹിയോങ്യാൻ വ്യക്തമാക്കി. അമേരിക്ക യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ തന്നെയായിരിക്കും തങ്ങളുടെ പ്രതികരണമെന്നും അവസാനം വരെ യുദ്ധം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US ഉൽപ്പന്നങ്ങളുടെ തീരുവ 34-ൽ നിന്നും 84%-ആയാണ് ചൈന ഇന്നലെ ഉയർത്തിയത്. അതേസമയം അമേരിക്ക ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയ 25% തീരുവ 90 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. കൂടാതെ ചർച്ചകൾക്ക് അവസരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും അല്ലാത്തപക്ഷം പ്രതികാര നടപടികൾ പുനരാരംഭിക്കുമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ വ്യക്തമാക്കി. കൂടാതെ USുമായി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും അവർ ആവർത്തിച്ചു. ജൂലൈ വരെ USലേക്കുള്ള കയറ്റുമതിയിൽ യൂറോപ്പ് 10% തീരുവ നേരിടേണ്ടി വരും. സ്റ്റീൽ, അലൂമിനിയം, കാറുകൾ എന്നിവയ്ക്കുള്ള ട്രംപിന്റെ 25% തീരുവ ഇപ്പോഴും നിലവിലുണ്ട്. ഫെബ്രുവരിയിൽ ട്രംപ് പ്രഖ്യാപിച്ച സ്റ്റീൽ, അലൂമിനിയം താരിഫുകൾക്ക് പ്രതികാരമായി 21 ബില്യൺ യൂറോ വിലമതിക്കുന്ന US കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്താൻ അംഗരാജ്യങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്യുകയും ഉണ്ടായി.